ഹായ് ഫ്രണ്ട്സ്, വെൽക്കം ടു ഷീബാസ് റെസിപ്പീസ്. പിന്നെ ഞാൻ ചെയ്യാൻ പോകുന്നത് റംദാൻ സ്പെഷ്യലായിട്ട് വളരെ രുചിയായിട്ടുള്ളൊരു നോമ്പ് കഞ്ഞിയാണ്. അപ്പോൾ നിങ്ങളിത് ഒരു പ്രാവശ്യം ഒന്ന് ഉണ്ടാക്കി നോക്കിയാൽ ഇടയ്ക്കൊക്കെ ഉണ്ടാക്കും. അത്ര രുചിയുള്ളൊരു കഞ്ഞി ഇത്. അപ്പോൾ നമുക്കിനി വീഡിയോയിലോട്ട് പോകാം. ഇതിനു വേണ്ടി ഞാൻ 1 കപ്പ് ജീരകശാല റൈസ് എടുത്തിട്ടുണ്ട്. 250 ml കപ്പിൽ 1 കപ്പ് 200 ഗ്രാം ഉണ്ട്. പിന്നെ 1/4 കപ്പ് ചെറുപയർ പരിപ്പ്, 2 നുള്ളു ഉലുവ. ഇതെല്ലാം കൂടെ നല്ലതായിട്ട് കഴുകിയിട്ട് അരമണിക്കൂർ നേരം ഒന്ന് കുതിരാൻ വെക്കണം. ഇതിപ്പോൾ ഞാൻ അരമണിക്കൂർ നേരം ഒന്ന് കുതിർത്ത് വെച്ചതായത്. പിന്നെ പാനിലോട്ട് ശകലം വെളിച്ചെണ്ണ ഒഴിച്ചു കൊടുക്കാം. 3-4 ടേബിൾ സ്പൂൺ. വെളിച്ചെണ്ണ ഒന്ന് ചൂടാകുമ്പോൾ 1 പീസ് പട്ട ഇട്ട് കൊടുക്കാം. 2 ഇഞ്ച് സൈസിൻ്റെ 1 പീസ് പട്ട, 3 ഏലക്ക, 3 ഗ്രാമ്പു, 1 നുള്ളു ഉലുവ. അപ്പോൾ ഇതൊന്ന് മൂക്കട്ടെ. അപ്പോൾ ഇതൊക്കെ ഒന്ന് മൂത്തിട്ടുണ്ട്. ഇനി ഇതിലോട്ട് ചെറിയ ഉള്ളി ചതച്ചതിട്ട് കൊടുക്കാം. മീഡിയം സൈസിൽ 20 ചെറിയ ഉള്ളി എടുത്തിട്ടുണ്ട്. ഒരു 35 ഗ്രാമൊക്കെ ഉണ്ട്. അതുപോലെ ചെറിയൊരു സവാള അരിഞ്ഞത്, ചെറുതൊരെണ്ണം മതി. അപ്പോൾ ഇതും കൂടെ ഒന്ന് വഴറ്റി കൊടുക്കാം. ഇത് നിറം ഒന്ന് ചെറുതായിട്ട് മാറാൻ തുടങ്ങിയാൽ മതി. ഒരുപാടങ്ങ് കളറൊന്നും മാറണ്ട. മണം ഇപ്പോൾ ഉള്ളിയുടെ നിറമൊക്കെ ഒന്ന് മാറാൻ തുടങ്ങിയിട്ടുണ്ട്. ഇനി ഇതിലോട്ട് ചിക്കൻ ചേർത്ത് കൊടുക്കണം. 50 ഗ്രാം ചിക്കൻ ചെറുതായിട്ട് അരിഞ്ഞിട്ടുണ്ട്. നല്ലതായിട്ടൊന്ന് വഴറ്റാം. ഇപ്പോൾ ചിക്കന് പകരം നിങ്ങൾക്ക് മട്ടൻ ചേർക്കാം. ഇതുപോലെ ചെറുതായിട്ട് അരിഞ്ഞെടുക്കണം. ഞാനിപ്പോൾ ചെറിയൊരു ക്വാണ്ടിറ്റിയാണ് കാണിക്കുന്നത്. അപ്പോൾ നിങ്ങൾക്ക് 2 കപ്പ് അരിക്കാണെന്നുണ്ടെങ്കിൽ എല്ലാം ഇതിൻ്റെ ഡബിൾ എടുക്കണം. ചിക്കൻ്റെ അളവും എല്ലാം. 2 മിനിറ്റ് നേരം ഒന്ന് വഴറ്റി കൊടുക്കാം മീഡിയം ഫ്ലെയിമിൽ. ഇതിപ്പോൾ 2 മിനിറ്റ് ആയിട്ടുണ്ട്. ഇനി ഇതിലോട്ട് 1 ടേബിൾ സ്പൂൺ വെളുത്തുള്ളി ചതച്ചതും 3/4 ടേബിൾ സ്പൂൺ ഇഞ്ചി ചതച്ചതും ഇട്ട് കൊടുക്കാം. അതുപോലെ മീഡിയം സൈസിലെ ഒരു തക്കാളി ചെറുതായിട്ട് അരിഞ്ഞത്, 3 പച്ചമുളക് 2ആയിട്ടൊക്കെ ഒന്ന് കട്ട് ചെയ്തിട്ടുണ്ട്, ശകലം പുതിയനയില ഒരു 1.5-2 ടേബിൾ സ്പൂണൊക്കെ വരുന്ന പോലെ, അതുപോലെ അത്രയും തന്നെ മല്ലിയില. ഇനി ഇതെല്ലാം കൂടെ നല്ലതായിട്ടൊന്ന് വഴറ്റാം. ഈ തക്കാളിയൊക്കെ വഴന്നു എല്ലാം ഒന്ന് സോഫ്റ്റായിട്ട് വരണം. ഇപ്പോൾ തക്കാളിയൊക്കെ നല്ലതായിട്ട് വഴന്നിട്ടുണ്ട്. ഇനി ലോ ഫ്ലെയിമിൽ വെക്കണം. ഇതിലോട്ട് 1/2 ടീസ്പൂൺ മുളക് പൊടി ഇട്ട് കൊടുക്കാം. 3/4 ടീസ്പൂൺ ചിക്കൻ മസാല, 1/4 ടീസ്പൂൺ ഗരം മസാല. ഒന്ന് ഇളക്കി കൊടുക്കാം. 1 മിനിറ്റ് നേരമൊക്കെ മതി ലോ ഫ്ലെയിമിൽ. ഇനി ഇതിലോട്ട് 3 ടേബിൾ സ്പൂൺ ക്യാരറ്റ് അരിഞ്ഞത്, 3 ടേബിൾ സ്പൂൺ ബീൻസ് അരിഞ്ഞത് ഇട്ട് കൊടുക്കാം. കുറച്ച് ചെറുതായിട്ട് അരിയണം. ഇപ്പോൾ ക്യാരറ്റും ബീൻസും ചേർക്കാതെ ഇതുണ്ടാക്കാം, ചിക്കൻ മാത്രം ചേർക്കാം. അതുപോലെ നിങ്ങൾക്ക് ചിക്കൻ വേണ്ടാത്തവർക്ക് വെജിറ്റബിൾ മാത്രം ഇട്ട് ഇതുണ്ടാക്കാം. അങ്ങനെയാണെങ്കിൽ ഈ ക്യാരറ്റിൻ്റെയും ബീൻസിൻ്റെ അളവ് കുറച്ചും കൂടെ ഒന്ന് കൂട്ടിയാൽ മതി. ഇതിൻ്റെ ഡബിൾ എടുത്താൽ മതി. ഇതൊന്ന് ഇളക്കിയിട്ട് ഇതിലോട്ട് വെള്ളം ഒഴിച്ചു കൊടുക്കാം. ചെറിയ ചൂടുവെള്ളം, 7 കപ്പ് വെള്ളം. 1 കപ്പ് റൈസിന് 7 കപ്പ് വെള്ളം എടുത്തിട്ടുണ്ട്. അതേ കപ്പിൽ തന്നെ 7 കപ്പ്. ആവശ്യത്തിനുള്ള ഉപ്പും കൂടി ഇട്ട് കൊടുക്കാം. ഇപ്പോൾ കുറച്ചിടാം. പിന്നെ കഞ്ഞി വെന്ത് കഴിഞ്ഞിട്ട് നോക്കിയിട്ട് ചേർത്ത് കൊടുക്കാം. നല്ലതായിട്ടൊന്ന് ഇളക്കി കൊടുക്കാം. ഇതൊന്ന് തിളച്ച് വരട്ടെ. ഇപ്പോൾ വെള്ളം നല്ലതായിട്ട് തിളച്ചിട്ടുണ്ട്. ഇനി അരിയും പരിപ്പും കുതിർത്തത് ഇട്ട് കൊടുക്കാം. നല്ലതായിട്ടൊന്ന് ഇളക്കി കൊടുക്കാം. ഇനി ഇത് നല്ലതായിട്ട് വേവണം. ഇപ്പോൾ ഇത് നല്ലതായിട്ടൊന്ന് വേവട്ടെ. മീഡിയം ഫ്ലെയിമിലൊക്കെ വെച്ചിട്ട് വേവിക്കാം. ഇടയ്ക്കിടയ്ക്കൊന്ന് ഇളക്കി കൊടുക്കണം. അപ്പോൾ ഇതിൽ വെള്ളം കുറവാണെങ്കിൽ ആവശ്യത്തിന് തിളച്ച വെള്ളം ഒഴിച്ചു കൊടുക്കാം. ഞാനിപ്പം 2 കപ്പ് ചൂടുവെള്ളം കൂടി ഒഴിച്ചു കൊടുക്കുന്നുണ്ട്. അപ്പോൾ നിങ്ങൾ അത് നോക്കി വെള്ളം വേണമെന്നുണ്ടെങ്കിൽ ഒഴിച്ചു കൊടുക്കാം. ഇതിപ്പോൾ ഒരു 80% വെന്തിട്ടുണ്ട്. കണ്ടില്ല, നല്ലതായിട്ട് കുറച്ചേറെ ഇങ്ങനെ ഉടഞ്ഞിട്ടുണ്ട്. പരിപ്പൊക്കെ നല്ലതായിട്ട് വെന്തു. അതുപോലെ റൈസും നല്ലതായിട്ട് വേണം. ഇനി ഇതിലോട്ട് കുറച്ച് തേങ്ങ ഇട്ട് കൊടുക്കാം. ഒരു 80% വെന്തിട്ടുണ്ട്. ഒരു 5 ടേബിൾ സ്പൂൺ തേങ്ങ ഇട്ടിട്ട് ഒന്ന് ഇളക്കി കൊടുക്കാം. തേങ്ങ ഇട്ടിട്ട് ഒരു 5 മിനിറ്റ് നേരം ഒന്ന് അടയ്ക്കാം. ലോ ഫ്ലെയിമിൽ വെക്കാം. ഇതിപ്പോൾ ഒരു 5 മിനിറ്റൊക്കെ ആയിട്ടുണ്ട്. ഈ സമയത്ത് ഇതിലോട്ട് ഉപ്പ് നോക്കിയിട്ട് പോരാത്ത ഉപ്പും കൂടി ചേർത്ത് കൊടുക്കാം. ഇനി ഇതിലോട്ട് 1 കപ്പ് തേങ്ങാപ്പാൽ ഒഴിച്ചു കൊടുക്കണം. 1/4 പാൽ. നല്ലതായിട്ടൊന്ന് ഇളക്കി കൊടുക്കാം. ലോ ഫ്ലെയിമിൽ വെക്കാം. ഇത് നല്ലതായിട്ടൊന്ന് ചൂടായിട്ട് ചെറുതായിട്ടൊരു തിള വരട്ടെ. നിങ്ങൾ ഈ റൈസൊക്കെ വേവിക്കാൻ നേരത്തെ വെള്ളം ഒരുപാട് വറ്റിയും തോന്നുവാണെങ്കിൽ ആവശ്യത്തിനുള്ള വെള്ളം ചേർത്ത് കൊടുക്കാം. അതുപോലെ ഈ സമയത്തായാലും നോക്കണം. ഒരുപാട് തിക്കായിട്ട് തോന്നുവാണെങ്കിൽ തിളച്ച വെള്ളം വേണ്ടുന്ന എത്രയാണോ, 1/2 കപ്പോ 1 കപ്പോ എത്രയാണെന്ന് വെച്ചാൽ ഒഴിച്ചു കൊടുത്ത് ലൂസാക്കാം.
അപ്പോൾ ചൂടുവെള്ളം ഒഴിച്ചു കൊടുക്കുമ്പോൾ ഉപ്പും നോക്കണം, പോരാത്ത ഉപ്പും കൂടെ ചേർത്ത് ഇളക്കി കൊടുക്കണം. ഇതിപ്പോൾ നല്ലതായിട്ട് ചൂടായിട്ട് ചെറുതായിട്ടൊരു തിളയൊക്കെ വന്നിട്ടുണ്ട്. ഇനി നമുക്ക് ഫ്ലെയിം ഓഫ് ചെയ്യാം. സൂപ്പർ ടേസ്റ്റായിട്ടുള്ളൊരു കഞ്ഞി ഇത്. ചിക്കനൊക്കെ നല്ലതായിട്ട് ഉടഞ്ഞ് ചേർന്നിട്ടുണ്ട് ഇതിൽ. അപ്പോൾ എല്ലാവരും ഉറപ്പായിട്ട് ഒന്ന് ട്രൈ ചെയ്ത് നോക്കണം. വീഡിയോ ഇഷ്ടമായെങ്കിൽ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനൊന്നും മറക്കരുത്. പിന്നെ നിങ്ങളുടെ കമൻസും ഒക്കെ അറിയിക്കണേ. താങ്ക്